സചല വിശ്വനാഥ്, സചലമായ അല്ലെങ്കിൽ ചലിക്കുന്ന ശിവൻ തന്നെ എന്ന് ഭക്തരാൽ വിളിക്കപ്പെട്ട സാക്ഷാൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ പോലും പരമശിവന്റെ അവതാരമാണെന്ന് പറഞ്ഞ ഏകദേശം 300 വർഷത്തോളം ജീവിച്ചിരുന്നതായി രേഖയുള്ള ഒരേ ഒരു മഹാപുരുഷൻ, അത് വേറെ ആരുമല്ല, ത്രിലംഗസ്വാമി. ത്രിലംഗസ്വാമി എന്നറിയപ്പെട്ടിരുന്ന ഈ മഹാപുരുഷൻ 300 വർഷം ജീവിച്ചിരുന്നു എന്നുള്ളതാണ് ഭക്തരുടെ വിശ്വാസം. ചിലർ പറയും 280 വയസ്സ് വരെയാണ് ജീവിച്ചിരുന്നത്, ചിലർ പറയും 318 വയസ്സ് വരെയാണ് ജീവിച്ചിരുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ മഹാപുരുഷൻ ഏകദേശം 300 വയസ്സോളം ജീവിച്ചിരുന്നു എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. ഈ മഹാപുരുഷൻ ഏകദേശം വാരണാസിയിൽ തന്നെ 150 വർഷം ജീവിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിനു മുൻപ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. ആന്ധ്രാപ്രദേശിലെ കുംഭിലപുരം എന്നുള്ള സ്ഥലത്താണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും വളരെ വലിയ ശിവഭക്തരായതുകൊണ്ട് തന്നെ ശിവഭഗവാന്റെ വലിയ ഉപാസനകൾക്കും സാധനകൾക്കുമൊക്കെ ശേഷമാണ് ഇദ്ദേഹം ജനിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസം അവരിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ത്രിലംഗസ്വാമിയുടെ പൂർവ്വനാമം എന്ന് പറയുന്നത് ശിവരാമൻ എന്നുള്ളതാണ്. ശിവഭഗവാനോടുള്ള ഭക്തി സൂചകമായി ശിവരാമൻ എന്നുള്ള പേരാണ് ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കൊടുത്തത്. അമ്മയുടെ പേര് വിദ്യാവതി ദേവി എന്നും അച്ഛൻ്റെ പേര് നരസിംഹറാവു എന്നുമുള്ള അതായിരുന്നു. 1607 ഇദ്ദേഹം ജനിക്കുന്നത്. ആന്ധ്രാപ്രദേശിലാണ് ജനിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഏകദേശം 1647 40 വയസ്സുള്ളപ്പോൾ, ത്രിലംഗസ്വാമിക്ക് 40 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ നിര്യാതനാകുന്നത്, അദ്ദേഹം മരണപ്പെടുന്നത്. ആ സമയം തൻ്റെ സഹോദരന് എല്ലാ തരം സ്വത്തും, എത്ര കുടുംബപരമായി എന്തൊക്കെ സ്വത്തുണ്ടോ ആ സ്വത്തും എല്ലാ തരം ഉത്തരവാദിത്തങ്ങളും തൻ്റെ സഹോദരന് കൈമാറിയ ശേഷം ത്രിലംഗസ്വാമി ആത്മീയമായ പാതയിലേക്ക് എത്തുകയാണ്. ആത്മീയമായ പാതയിൽ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നു. ആ സമയം ത്രിലംഗസ്വാമിയുടെ മാതാവ് ആ സത്യം പറയുന്നു. ത്രിലംഗസ്വാമിയുടെ മാതാവിൻ്റെ പിതാവ് ഒരു വലിയ കാളി സാധകനായിരുന്നു എന്നും കാളി സാധന മുന്നോട്ട് കൊണ്ടുപോകാനും ലോകത്തിൻ്റെ ഹിതത്തിനുമായി ഒരു ജന്മവും കൂടി എടുക്കണമെന്ന് ത്രിലംഗസ്വാമിയുടെ അമ്മയുടെ അല്ലെങ്കിൽ മാതാവിൻ്റെ പിതാവ് പറഞ്ഞിരുന്നു. അപ്രകാരം ജനിച്ച ആളാണ് ത്രിലംഗസ്വാമി. അതായത് ത്രിലംഗസ്വാമിയുടെ അമ്മയുടെ പിതാവിൻ്റെ മറുജന്മമാണ് കാളീ സാധന ചെയ്യാനും അതോടൊപ്പം ലോകത്തിന് ഹിതകരമായ പ്രവർത്തികൾ ചെയ്യാനുമായിട്ടാണ് ഈ ജന്മം. അതുകൊണ്ട് കാളീദേവിയുടെ സാധന ചെയ്യണം, കാളീദേവിയുടെ സാധന അല്ലെങ്കിൽ ആരാധന ചെയ്യാനാണ് ഈ ജന്മം നീ എടുത്തിരിക്കുന്നത് എന്നുള്ള സത്യം ത്രിലംഗസ്വാമിയുടെ അമ്മ തന്നെ ത്രിലംഗസ്വാമിയോട് വെളിപ്പെടുത്തുന്നു. അതിനുശേഷം സ്വന്തം അമ്മ തന്നെ കാളീ സാധനയ്ക്കുള്ള മന്ത്രം ഉപദേശമായി കൊടുക്കുന്നു. സ്വന്തം അമ്മയിൽ നിന്ന്, ആദ്യ ഗുരുവായി സ്വന്തം അമ്മയിൽ നിന്ന് തന്നെ ദീക്ഷ കിട്ടാനുള്ള മഹാഭാഗ്യം ത്രിലംഗസ്വാമിക്കുണ്ടായി. സ്വന്തം അമ്മ തന്നെ ആദിപരാശക്തി എന്നുള്ള രൂപത്തിൽ തന്നെ ത്രിലംഗസ്വാമിക്ക് മന്ത്രോപദേശം കൊടുക്കുന്നു. അതിനുശേഷം ത്രിലംഗസ്വാമി കാളീ സാധനയിലേക്ക് എത്തുന്നു. അങ്ങനെ കാളീ സാധനയിൽ മുഴുകുന്നു. ഒരുപാട് തീർത്ഥ സ്ഥലങ്ങൾ ത്രിലംഗസ്വാമി അതിനോടകം സന്ദർശിക്കുന്നു. തൊട്ടടുത്തുള്ള കാളീ ക്ഷേത്രത്തിൽ വലിയ കാളീ സാധന തന്നെ തൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം തൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഒരിക്കലും വിട്ടുമാറാതെ, മരണം വരെ അമ്മയുടെ അടുത്ത് നിന്ന് ത്രിലംഗസ്വാമി വിട്ടുമാറിയില്ല. സാക്ഷാൽ പരമേശ്വരിയായി തന്നെ സ്വന്തം അമ്മയെയും ദേവിയായി തന്നെ കണ്ട് ആരാധിച്ച് അമ്മ പറയുന്ന ഓരോ വാക്കുകളെയും ഭഗവതിയുടെ തന്നെ വാക്കായി അല്ലെങ്കിൽ ഭഗവതിയുടെ തന്നെ ഇച്ഛയായി കരുതി സ്വന്തം അമ്മയെ ദേവിയായി കരുതി ആരാധിച്ച് കാളീ സാധനയും ചെയ്ത് മുന്നോട്ട് പോകുന്ന ആ വേളയിലാണ് 1669 സ്വന്തം അമ്മയും തന്നെ വിട്ടുപോകുന്നത്. അങ്ങനെ ത്രിലംഗസ്വാമിയുടെ അമ്മയും നിര്യാതയായി അല്ലെങ്കിൽ മരണപ്പെട്ടു. 1669 ഏകദേശം 62 വയസ്സാണ് ആ സമയത്ത് ത്രിലംഗസ്വാമിയുടെ പ്രായം. ആ സമയം അമ്മയുടെ ചിതാഭസ്മം സൂക്ഷിച്ചു വെച്ചിരുന്നു. അമ്മയുടെ ചിതാഭസ്മം സൂക്ഷിച്ചു വെക്കുകയും അത് അമ്മയോടുള്ള ആ സ്നേഹത്തിൻ്റെ വെളിച്ചമായി അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ പ്രതീകമായി എല്ലാ ദിവസവും കാളീ സാധന അമ്മയെ സ്മരിച്ച് ചെയ്യുമ്പോൾ, കാളീ ദേവിയുടെ സാധന ചെയ്യുമ്പോൾ സ്വന്തം അമ്മ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിന് വേണ്ടി അമ്മയുടെ ചിതാഭസ്മം കുറിയായി തൊടുമായിരുന്നു, അല്ലെങ്കിൽ തിലകമായി അദ്ദേഹം തൊടുമായിരുന്നു. അത്രത്തോളം ഉണ്ടായിരുന്നു അമ്മയോടുള്ള സ്നേഹം. ഏകദേശം 20 വർഷം അമ്മ നിര്യാതയായി 62 വയസ്സിന് ശേഷം ഏകദേശം 20 വർഷം 82 വയസ്സ് വരെ സ്വന്തം സഹോദരൻ പണിത് കൊടുത്ത ഒരു കുടിലുണ്ട്. ആ കുടിലിൽ കഴിഞ്ഞുകൊണ്ട്, ഒരു ശ്മശാനത്തിന് അരികിലുള്ള ഒരു കുടിലിൽ കഴിഞ്ഞുകൊണ്ട് കാളീ ദേവിയുടെ സാധന ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു ഏകദേശം 20 വർഷം. അങ്ങനെ 20 വർഷത്തിന് ശേഷം അമ്മ നിര്യാതയായി ഏകദേശം 82 വയസ്സ് ഇദ്ദേഹത്തിന് എത്തിച്ചേരുമ്പോൾ, ത്രിലംഗസ്വാമിക്ക് എത്തിച്ചേരുമ്പോഴാണ് മറ്റൊരു മഹാപുരുഷനെ കണ്ടുമുട്ടുന്നത്.
ഭാഗീരഥാനന്ദ സരസ്വതി എന്ന് പറയുന്ന ഈ മഹാപുരുഷൻ പഞ്ചാബിൽ നിന്നുള്ള വലിയൊരു യോഗിയാണ്, വലിയൊരു സിദ്ധനാണ്, സന്യാസിയാണ്. ഈ സിദ്ധനായ സന്യാസിയായ ഈ മഹാപുരുഷനെ കണ്ടുമുട്ടുന്നു, അദ്ദേഹത്തോട് വളരെയധികം അടുപ്പം തോന്നുന്നു. അങ്ങനെ ഭാഗീരഥാനന്ദ സരസ്വതി ശിവരാമൻ എന്നുള്ള പേരോടുകൂടിയ ത്രിലങ്ക സ്വാമിയെ സന്യാസത്തിലേക്ക് എത്തിക്കുന്നു, സന്യാസത്തിലേക്ക് ദീക്ഷ കൊടുക്കുന്നു. സന്യാസ ദീക്ഷ കൊടുത്ത് ഭാഗീരഥാനന്ദ സരസ്വതി നമ്മളുടെ ശിവരാമൻ എന്നറിയപ്പെട്ടിരുന്ന ത്രിലങ്ക സ്വാമിയുടെ പേര് പിന്നീട് സ്വാമി ഗണപതി സരസ്വതി എന്നായി മാറുന്നു. അങ്ങനെ സന്യാസത്തിലേക്ക് എത്തിയതിനു ശേഷം നമ്മളുടെ ശിവരാമൻ എന്ന ത്രിലങ്ക സ്വാമി അറിയപ്പെടുന്നു ഗണപതി സരസ്വതി. അതിനുശേഷമാണ് ത്രിലങ്ക സ്വാമി എന്നുള്ള പേര് വാരണാസിയിൽ വന്നതിന് ശേഷമാണ് കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് കാലം ഒരുപാട് പുണ്യസ്ഥലങ്ങളിൽ രണ്ടുപേരും സഞ്ചരിക്കുകയാണ്. ഭാരതമെമ്പാടും നീണ്ടു നിന്നിരുന്ന ഈ സഞ്ചാരം അവസാനിക്കുന്നത് വാരണാസിയിലാണ്. 1737 ത്രിലങ്ക സ്വാമി വാരണാസിയിൽ എത്തിച്ചേരുന്നത്. അതിനോടകം തന്നെ നമ്മളുടെ ത്രിലങ്ക സ്വാമിയുടെ സുഹൃത്തും അതുപോലെ തന്നെ സന്യാസ ദീക്ഷ കൊടുത്ത ഗുരുവുമായിരുന്ന ഭാഗീരഥാനന്ദ സരസ്വതി സമാധി പ്രാപിച്ചിരുന്നു. അതിനുശേഷം 1737 വാരണാസിയിൽ എത്തിയതിനു ശേഷമാണ് ത്രിലങ്ക സ്വാമി എന്നുള്ള പേര് കിട്ടുന്നത്. ഇതിനു മുൻപ് ഗണപതി സരസ്വതി, അതിനു മുൻപ് നമ്മൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? നമ്മുടെ സ്വാമി അറിയപ്പെട്ടിരുന്നത് ശിവരാമൻ എന്നുള്ള പേരിലാണ്. ഇപ്പോൾ ഗണപതി സരസ്വതി ആയിരുന്ന നമ്മളുടെ ത്രിലങ്ക സ്വാമിയായി മാറാനുള്ള കാരണം ദശനാമി സമ്പ്രദായത്തിലെ ഒരു ഗുരു ത്രിലങ്ക സ്വാമിയെ ആ സന്യാസ സമ്പ്രദായത്തിലേക്ക് എത്തിക്കുകയും അങ്ങനെ പിന്നീട് ത്രിലങ്ക സ്വാമി എന്നുള്ള പേരിൽ അറിയപ്പെടുകയുമാണ് ഉണ്ടായിരുന്നത്. അവസാന സമാധി കാലം വരെ 1887 സമാധി. അത്രയും കാലം, ഏകദേശം 280 വയസ്സ് വരെ ജീവിച്ചിരുന്ന ത്രിലങ്ക സ്വാമിയുടെ 150 വർഷം വാരണാസിയിൽ തന്നെയായിരുന്നു. 130 വയസ്സുള്ളപ്പോൾ വാരണാസിയിൽ വരുന്ന ത്രിലങ്ക സ്വാമി പിന്നീട് നീണ്ട 150 വർഷം 1737 മുതൽ 1887 വരെ വാരണാസിയിലായിരുന്നു, സമാധി വരെ. അപ്പോൾ അതിനിടയിലാണ് നമ്മൾ ഈ പറയുന്ന മഹാകാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. വാരണാസിയിൽ വന്ന് ത്രിലങ്ക സ്വാമി എന്നറിയപ്പെട്ടതിന് ശേഷമാണ് പല മഹാപുരുഷന്മാരും ത്രിലങ്ക സ്വാമിയുടെ അടുത്ത് വന്ന് വന്ദിച്ചിട്ട് പോകുമായിരുന്നു. അതിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുണ്ട്, അതിൽ ലാഹരി മഹാശയുണ്ട്. അങ്ങനെ ഒരുപാട് മഹാപുരുഷന്മാർ ത്രിലങ്ക സ്വാമിയുടെ അടുത്ത് ചെല്ലും. അങ്ങനെ ത്രിലങ്ക സ്വാമിക്ക് ഭക്തർ ഇട്ടുകൊടുത്ത പേരാണ് ചലിക്കുന്ന വിശ്വനാഥൻ. സ്വാമി ത്രിലങ്കയുടെ അല്ലെങ്കിൽ ത്രിലങ്ക സ്വാമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം വസ്ത്രമൊന്നും ധരിക്കില്ലായിരുന്നു, നിവസ്ത്രനായാണ് എപ്പോഴും നടക്കുന്നത്. അത്രയും വലിയ യോഗി ആയതുകൊണ്ട് തന്നെ അവർക്കിതൊന്നും ബാധകമല്ല. അങ്ങനെ ഇരിക്കെ പോലീസുകാർ ഇത് കാണുകയും, അതായത് ഇദ്ദേഹം ഇങ്ങനെ വസ്ത്രമില്ലാതെ നടക്കുന്നത് കാണുകയും ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ലോക്കപ്പിൽ പൂട്ടിയിടുകയും ചെയ്തു. സമൂഹത്തിന് ചേരാത്ത കാര്യമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ദിവ്യമായ അവസ്ഥയെക്കുറിച്ചൊന്നും ഇവർക്കറിയില്ല. അതുകൊണ്ട് വാരണാസിയിൽ ചുറ്റിച്ച് തിരിഞ്ഞിരുന്ന ആ സമയത്ത് ഹനുമാൻ ഘാട്ട് അല്ലെങ്കിൽ അസി ഘാട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരുന്നു ത്രിലങ്ക സ്വാമി കൂടുതലും കണ്ടുവരാറ്. അതിനിടയിൽ നഗരങ്ങളിൽ കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു വാരണാസിയിൽ. അപ്പോൾ ആ സമയത്ത് ആണിങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നത്, ജയിലിൽ അടച്ചിടുന്നത്. ഈ സമയത്ത് ഒരു അത്ഭുതം സംഭവിക്കുന്നു. ജയിലിൽ പൂട്ടിയിട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് പോലീസുകാർ നോക്കുമ്പോൾ ലോക്കപ്പിൽ ആളില്ല. പക്ഷേ ആളുള്ളത് എവിടെയാണ്? ഈ ലോക്കപ്പിന് മുകളിലുള്ള ആ കൂരയിലൂടെ നടക്കുന്നതാണ് പിന്നെ ഇവർ കാണുന്നത്. ലോക്കപ്പിനുള്ളിലല്ല, അതിന് മുകളിൽ, റൂഫിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആ ഒരു കൂരയുടെ മുകളിൽ ഇദ്ദേഹം നിൽക്കുന്നതും നടക്കുന്നതുമാണ് ഇവർ കാണുന്നത്. ഇതെങ്ങനെ ഇറങ്ങിപ്പോയി? കറക്റ്റ് ലോക്കെല്ലാം കറക്റ്റായിട്ട് അല്ലെങ്കിൽ പൂട്ടിയിട്ടതെല്ലാം ശരിയായിട്ട് അതേപോലെ തന്നെയാണ്, പൂട്ടൊന്നും തുറന്നിട്ടില്ല. പിന്നെ എങ്ങനെ ഇദ്ദേഹം വെളിയിൽ പോയി എന്നുള്ളതായിരുന്നു ഇവരുടെ സംശയം. വീണ്ടും സ്വാമിയെ പിടിച്ചുകൊണ്ടുവന്ന് വീണ്ടും ലോക്കപ്പിലിടുന്നു. വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ലോക്കപ്പിൽ ആളില്ല. അവരെല്ലാം കാവൽ നിൽക്കുകയാണ്. ലോക്കപ്പിൽ നിന്ന് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി കാവൽ നിൽക്കുകയാണ്. ഒന്ന് ശ്രദ്ധ തിരിഞ്ഞ് അകത്തോട്ട് നോക്കുമ്പോൾ ആളില്ല. വീണ്ടും മേൽക്കൂരയ്ക്ക് മുകളിൽ നിൽക്കുന്നു. ഇങ്ങനെ പല അത്ഭുതങ്ങളും ത്രിലങ്ക സ്വാമി ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തി നാനാഭാഗങ്ങളിലും വ്യാപിക്കുകയാണ്. അതോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ ആ പരമമായ അവസ്ഥയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും പറയുകയാണെങ്കിൽ പലപ്പോഴും ആളുകൾ കാണുന്നത് ഗംഗയുടെ മുകളിൽ, ജലത്തിന് മുകളിൽ പലതരത്തിലുള്ള ആത്മീയമായ ക്രിയകളും യോഗാ ക്രിയകളും ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ധ്യാനം ചെയ്തിരിക്കുന്ന ത്രിലങ്ക സ്വാമിയെ കാണും. ചില ദിവസങ്ങളോളം ഒരു തരത്തിലുള്ള വ്യത്യാസവും വരാതെ ജലത്തിന് മുകളിൽ ഇരിക്കുന്നതാണ്. ചില ദിവസങ്ങളിൽ ഗംഗാ നദിയുടെ ഉള്ളിൽ ഇദ്ദേഹം തപസ് ചെയ്യുന്നതാണ്. അങ്ങനെ ഉള്ളിൽ തപസ് ചെയ്ത് പലപ്പോഴും പലരും കാണുന്ന അതിൻ്റെ ഗംഗാ നദിയിൽ നിന്ന് ഉയർന്നു വരുന്ന ത്രിലങ്ക സ്വാമിയാണ് കാണുന്നത്. പലരും അത്ഭുതപ്പെട്ട് നിൽക്കാറുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എത്ര മഹാനാണ് ഇദ്ദേഹം എന്നൊക്കെ. അതേപോലെ തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഇദ്ദേഹം ആഹാരം കഴിക്കുകയില്ലായിരുന്നു.
വളരെ കുറച്ചേ കഴിക്കുകയുള്ളായിരുന്നു, ഒരു ഫലമൊക്കെ കഴിക്കുകയുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല ഭാരം ഉണ്ടായിരുന്നു, ശരീരഭാരം ഉണ്ടായിരുന്നു, നല്ല പുഷ്ടിപ്പെട്ട ശരീരമാണ്, പക്ഷെ ഒരു ആഹാരം കഴിക്കാറില്ല. ഇങ്ങനെ പല അത്ഭുതങ്ങളും ത്രിലംഗസ്വാമിയെക്കുറിച്ച് ഇങ്ങനെ കേൾക്കാറുണ്ട് അവർ. അതുപോലെ തന്നെ ത്രിലംഗസ്വാമിയുടെ പല അത്ഭുതങ്ങളും, ത്രിലംഗസ്വാമി എത്ര വലിയ രോഗം ഉള്ള ആളാണെങ്കിലും, നമ്മളുടെ യോഗാനന്ദ പരമഹംസരുടെ അമ്മാവൻ ഇതേപോലെ ഒരു വലിയ രോഗത്താൽ അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ത്രിലംഗസ്വാമിയെ കാണുകയും ത്രിലംഗസ്വാമിയുടെ പാദസ്പർശത്തിലൂടെ ത്രിലംഗസ്വാമിയുടെ പാദത്തിൽ സ്പർശിച്ച ആ മാത്രയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ രോഗം ഇല്ലാതാകുകയും ചെയ്തു. അങ്ങനെ വലിയൊരു അത്ഭുതം സംഭവിച്ചു. വേറൊരു കാര്യം, ത്രിലംഗസ്വാമി ഒരു കളവാണ് ചെയ്യുന്നത്. ത്രിലംഗസ്വാമി യഥാർത്ഥ ഒരു സ്വാമിയല്ല, ഒരു കാപട്യക്കാരനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ത്രിലംഗസ്വാമിയെ കൊലപ്പെടുത്താൻ ഒരാൾ ശ്രമിച്ചു. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, മോരും വെള്ളം പോലെ വിഷം കലക്കി മോരും വെള്ളം പോലെ ത്രിലംഗസ്വാമിക്ക് കൊടുത്തു. ഇതാ മോരാണ്, അങ്ങ് കുടിച്ചോളൂ എന്ന് പറഞ്ഞു. ത്രിലംഗസ്വാമി ഭക്തൻ കൊണ്ടുവന്നതല്ലേ എന്ന് വിചാരിച്ച് കുടിക്കുകയും ചെയ്തു. ത്രിലംഗസ്വാമിക്ക് ഒരു കുഴപ്പവും പറ്റിയില്ല. അതേസമയം ഈ മോരാണെന്ന് പറഞ്ഞ് വിഷം കൊണ്ടുവന്ന് കൊടുത്ത ആൾ ആ നിമിഷം മുതൽ തന്നെ വളരെയധികം പ്രയാസപ്പെടുകയും പീഡനപ്പെടുകയും ചെയ്യുന്നത് കാണുകയാണ്. വിഷം അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്കാണ് ചെന്നത്. ത്രിലംഗസ്വാമി കുടിച്ചെങ്കിലും അത് ചെന്നത് ഈ കൊടുത്ത ആളുടെ ഉള്ളിലേക്കാണ്. അപ്പോൾ ത്രിലംഗസ്വാമി പറയുന്നു, നിനക്ക് മനസ്സിലായില്ലേ, നിൻ്റെയും എൻ്റെയും ആത്മാവെല്ലാം ഒന്നാണെന്ന് മനസ്സിലായില്ലേ? നിൻ്റെ ആത്മാവ് എൻ്റെ പക്കലാണ്, നിൻ്റെ എല്ലാം എൻ്റെ പക്കലാണ്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ത്രിലംഗസ്വാമി ഈ പ്രപഞ്ചവുമായി ഒന്നായിരുന്നു, എല്ലാവരുമായി ഒന്നായിരുന്നു. ആ മഹാപുരുഷന് എന്തും സാധ്യമാണെന്നാണ് ത്രിലംഗസ്വാമി ആ ഒരു വാക്കിലൂടെ പറയുന്നത്. നീയും ഞാനും വ്യത്യസ്തമല്ല എന്നുള്ള രീതിയിലാണ് അവിടെ പോലും ത്രിലംഗസ്വാമി അദ്വൈതത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ സത്യമാണ് അവിടെ പറയുന്നത്. ഇത്രയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഈ മഹാപുരുഷനെ കാണാൻ, ഈ മഹാസന്യാസി വര്യനെ കാണാൻ വേറെ എത്രയധികം മഹാപുരുഷന്മാർ വരിയായി വന്നിരുന്നു എന്ന് അറിയുമ്പോഴാണ് ത്രിലംഗസ്വാമിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. ത്രിലംഗസ്വാമിയെ കാണാൻ ആരൊക്കെയാണ് വന്നിരുന്നത്? സ്വാമി വിവേകാനന്ദൻ, ലോക്നാഥ് ബ്രഹ്മചാരി, അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസർ, ഭാമാകേവ, ലഹാരി മഹാശയ്, അഭയദാനന്ദ സ്വാമി, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മഹാപുരുഷന്മാർ ത്രിലംഗസ്വാമിയെ കാണാൻ വരുമായിരുന്നു, വരിയായി വരുമായിരുന്നു. അതിൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൂടുതൽ നമ്മൾ സ്മരിക്കുന്ന കാര്യം ത്രിലംഗസ്വാമിയെക്കുറിച്ച്. ഇത് സാക്ഷാൽ ശിവൻ തന്നെയാണെന്നാണ് പറഞ്ഞത്. സാക്ഷാൽ ശിവഭഗവാൻ, ഈ ലോകത്തിൻ്റെ നാഥനായ ശിവഭഗവാൻ ത്രിലംഗസ്വാമി എന്നുള്ള ഈ ശരീരം, ഈ നാമം ഉപയോഗിക്കുകയാണ്. ഈ ശരീരത്തെ സഞ്ചലിപ്പിക്കുന്ന, ഈ ശരീരത്തിലുള്ളത് സാക്ഷാൽ പരമേശ്വരനായിട്ടുള്ള ശിവൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകം മുഴുവൻ ഒരു കാര്യം പറഞ്ഞിരുന്നത് ത്രിലംഗസ്വാമിയെക്കുറിച്ച്. ത്രിലംഗസ്വാമിയെ കാണുന്നവരെല്ലാം പറഞ്ഞിരുന്നത്, ഇത് ചലിക്കുന്ന വിശ്വനാഥനാണ്, ഇത് ചലിക്കുന്ന വാരണാസിയുടെ പതിയായിട്ടുള്ള ശിവനാണ്, അതിന് ഒരു സംശയവുമില്ല എന്നുള്ളതാണ് ത്രിലംഗസ്വാമിയെക്കുറിച്ച് ഭക്തർ പറഞ്ഞിരുന്നത്. അത്രയും പേര് കേട്ട, അത്രയും പുകൾപ്പെട്ട ത്രിലംഗസ്വാമി ഈ മഹാ അത്ഭുതങ്ങളെല്ലാം സൃഷ്ടിച്ച് എല്ലാവർക്കും. നമുക്ക് ത്രിലംഗസ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും പറയേണ്ട ഒരു കാര്യം, ത്രിലംഗസ്വാമി എപ്പോഴും മൗനത്തിലായിരുന്നു. ആവശ്യമുള്ളപ്പോൾ മാത്രമേ ആ മൗനം വെടിയുമായിരുന്നുള്ളൂ. അല്ലാത്തപ്പോഴെപ്പോഴും ആ ബ്രഹ്മത്തിൽ ലയിച്ച് നിലകൊണ്ടിരുന്ന, സമാധി അവസ്ഥയിൽ നിലകൊണ്ടിരുന്ന മഹാപ്രഭുവാണ്, മഹാഗുരുവാണ്, മഹാസന്യാസിയാണ് ത്രിലംഗസ്വാമി. പറഞ്ഞാലും തീരില്ല. ഇപ്പോൾ ത്രിലംഗസ്വാമിയുടെ ആ ഒരു മൗനം ഒന്ന് മുറിയണമെങ്കിൽ അത്രയും നല്ല കാര്യത്തിന്, അത്രയും സവിശേഷപ്പെട്ട കാര്യത്തിന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലഹരി മഹാശയെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് ആ മൗനം ഒന്ന് മുറിയുന്നത്. അത്രയും കാലം മൗനത്തിലായിരുന്ന ത്രിലംഗസ്വാമിയോട് ചോദിക്കുന്നു, ലഹരി മഹാശയ എന്നുള്ള ഈ ഒരു ഗൃഹസ്ഥാശ്രമിയോട് അങ്ങ് എന്തിനാണ് സൗഹൃദം പുലർത്തുന്നത്? അദ്ദേഹം ഒരു ഗൃഹസ്ഥാശ്രമിയല്ലേ, അങ്ങാണെങ്കിൽ സന്യാസിയല്ലേ, അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ത്രിലംഗസ്വാമി പറയുന്നുണ്ട്, എനിക്കെല്ലാം ത്യജിക്കേണ്ട വന്നു. അങ്ങനെയാണ് മൗനം പിടിയുന്നത്, ആ കാര്യം പറയാനാണ്. അങ്ങനെ പറയുന്നു, എനിക്കെല്ലാം ത്യജിക്കേണ്ട വന്നു, വസ്ത്രം പോലും ത്യജിക്കേണ്ട വന്നു. ആ അവസ്ഥയിലെത്താൻ ഒന്നും ത്യജിക്കാതെ തന്നെ അദ്ദേഹം ആ അവസ്ഥയിൽ എത്തി എന്നാണ് ത്രിലംഗസ്വാമി ലഹാരി മഹാശയെക്കുറിച്ച് പറയുന്നത്. എല്ലാവരാലും പുകഴ്ത്തപ്പെടുന്ന, എല്ലാവരും പരമഗുരുവായി കാണുന്ന ത്രിലംഗസ്വാമി പോലും മറ്റു ഗുരുക്കന്മാരെയും പ്രശംസിക്കാൻ ഒട്ടും പിറകിലോട്ടല്ലായിരുന്നു. എല്ലാവരോടും കരുണയും സ്നേഹവും ഉണ്ടായിരുന്നു. ഒരു വിഷമം പോലും ത്രിലംഗസ്വാമിയുടെ മുന്നിൽ ചെന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ത്രിലംഗസ്വാമിയെ കാണുമ്പോൾ തന്നെ പലർക്കും ആ അത്ഭുതം മനസ്സിലാകും. ഇപ്പോൾ പറഞ്ഞതുപോലെ പരമഹംസ യോഗാനന്ദൻ എന്നുള്ള ആ മഹാ യോഗിയുടെ പോലും ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന് പറയുന്ന ആ വിശേഷപ്പെട്ട ആ ആത്മീയ ഗ്രന്ഥം രചിച്ച പരമഹംസ യോഗാനന്ദ, അദ്ദേഹത്തിൻ്റെ പോലും അമ്മാവൻ ത്രിലംഗസ്വാമിയുടെ അടുത്ത് ചെന്ന് ഒരു വലിയ
രോഗത്തിന് മുക്തി എങ്ങനെയാണ് നേടിയത്? ഒന്നും പറഞ്ഞില്ല. ത്രിലങ്ക സ്വാമിയോട് ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കാലിൽ, ആ പാദങ്ങളിൽ ഒന്ന് നമസ്കരിച്ചത് മാത്രമേ ഉള്ളൂ. അതോടെ എല്ലാ രോഗത്തിൽ നിന്നും മുക്തി ലഭിച്ചു. അങ്ങനെ ഒരുപാട് പേർക്ക് മുക്തി കൊടുത്ത ആ വിശ്വനാഥൻ തന്നെയായിട്ടുള്ള, സാക്ഷാൽ ശിവൻ തന്നെയായിട്ടുള്ള, ശിവന്റെ അവതാരമായിട്ടുള്ള ത്രിലങ്ക സ്വാമി 1887 മഹാസമാധി പ്രാപിക്കുന്നത്. ദശനാമി സമ്പ്രദായത്തിൻ്റെ എല്ലാ വിധികളോടും കൂടി, ദശനാമി സന്യാസ സമ്പ്രദായത്തിൻ്റെ എല്ലാ വിധികളോടും കൂടിയുള്ള മഹാസമാധിയായിരുന്നു. 1887 280 വയസ്സുള്ളപ്പോൾ, പലരും പറയുന്നത് 280 വയസ്സ്, ചിലർ പറയുന്നു 318 വയസ്സ്. ഇത് രണ്ടിൽ ഏത് തന്നെയാണെങ്കിലും ശരി, ഒരു കാര്യം നമ്മൾക്കറിയാം, 300 വയസ്സോളം ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അതൊരു യോഗി പുരുഷനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പല അവതാര പുരുഷന്മാരും യോഗി പുരുഷന്മാരുമാലും നിബിഡമാണ് നമ്മളുടെ ഭാരതം. നിറഞ്ഞിരിക്കുകയാണ്. ജനിച്ചുകൊണ്ടിരിക്കുന്നു, ജനിച്ചിരുന്നു, ഇനി ഇത് സംഭവിച്ചു കൊണ്ടേയിരിക്കും. മഹാപുരുഷന്മാരുടെ പുണ്യഭൂമിയാണ്, ആത്മീയതയുടെ കേന്ദ്രമാണ് ഭാരതം. അഹോബിലം.